നമസ്കാരം, ഞാൻ രമ്യാഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മൾട്ടിഗ്രെയിൻ ഫ്ലോർ ആണ്. നമ്മൾ മൾട്ടിഗ്രെയിൻ ആട്ട ചപ്പാത്തിക്ക് എടുക്കാറുണ്ട്, ദോശയ്ക്ക് എടുക്കാം. അപ്പോൾ അതെങ്ങനെ മൾട്ടിഗ്രെയിൻ ഫ്ലോർ വീട്ടിലെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് സോയാബീൻ ആദ്യം എടുത്തിരിക്കുന്നത്. ഇതാണ് സോയാബീൻ. ഇതിൻ്റെ പാലെടുത്തിട്ടുള്ള സോയാ മിൽക്ക് എടുത്തിട്ടുള്ള ചണ്ടിയാണ് നമ്മൾ എടുക്കുന്ന സോയാ ചങ്ക്സ്. ഇതാണ് ശരിക്കുള്ള ബീൻ. ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഐറ്റംസ് അതുപോലെ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിൽ കുറച്ച് എനിക്ക് കയ്യിൽ കിട്ടുന്നതെല്ലാം ഞാൻ ഹോൾ എടുത്തിട്ടുണ്ട്. അല്ലാത്തത് എൻ്റെ പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഹോൾ ആയിട്ടുള്ള ഗ്രെയിൻസ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് എന്താ ആഡ് ചെയ്തത്? സോയാബീൻ ആഡ് ചെയ്തു. പിന്നെ ഇതിൽ 1/4 കപ്പ് സോയാബീൻ ആഡ് ചെയ്തു. പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 കപ്പ് റാഗി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് ബാർലി. ഇതാണ് ബാർലി. നമ്മുടെ ഉഴുന്ന് പോലെ ഇരിക്കാൻ കാണാൻ, പക്ഷെ ഉഴുന്നിനെക്കാട്ടിലും കുറച്ചുകൂടെ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാർലി, സോയ, റാഗി ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തൽക്കാലം ഇത് കുറച്ച് വലിയ ഗ്രെയിൻസ് ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് ഓട്സ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പം നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചെന്നാലും കുറച്ച് തരിതരിന്നിരിക്കുകയാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് 1/4 കപ്പ് ഓട്സ് കൂടെ ആഡ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾഡ് ഫാഷൻ ഓട്സ് ആണ്, അതായത് ശരിക്കുള്ള ഓട്സ് ആണ്. ഓൾഡ് ഫാഷൻ ഓട്സിനെ റോൾഡ് ഓട്സ് എന്നും പറയും. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഇൻസ്റ്റൻറ്റ് ഓട്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി പൊടിച്ചെടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടാവുന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ടാണ് ഞാനിപ്പോൾ മൾട്ടിഗ്രെയിൻ ഫ്ലോർ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്ന് വേണ്ട സാധനങ്ങൾ ചിലവർക്ക് ചിലത് ചേരില്ല. അപ്പോൾ വേണ്ടത് എടുക്കാം, ഇല്ലാത്തത് ഒഴിവാക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ കൂട്ട് കുറയ്ക്കെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ബാർലി, റാഗി, സോയ, ഓട്സ് എല്ലാം ഇട്ടിട്ടുള്ള ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ബാക്കിയുള്ള പൊടികൾ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടാവുന്ന ഹോളെല്ലാം ഞാൻ വാങ്ങി വെച്ചു. ഇനി ബാക്കി ഒന്നും ഹോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പൗഡർ കടയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് കപ്പടപ്പൊടി, ടാപ്പിയോക്ക പൗഡർ ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് ചോളപ്പൊടി അത് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ചോളപ്പൊടി പറയുമ്പോൾ കോൺഫ്ലോർ ആണ്, പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോൺഫ്ലോർ ശരിക്കും വൈറ്റ് കളറാണ്. ശരിക്കും കോൺഫ്ലോറിന് യെല്ലോ കളറാണ്. അപ്പം അത് നോക്കി വാങ്ങുക. ചിലവിടെ കോൺഫ്ലോറിനെ കോൺമീൽ എന്നും പറയും. അപ്പം അത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങുക. പിന്നെ ഞാൻ അതേമാതിരി ഒരു 1/4 കപ്പ് നമ്മുടെ സാധാരണ കടലമാവ് അത് ആഡ് ചെയ്യാണ്. കടലമാവ് ആഡ് ചെയ്തു. ഇനി ഒന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല, ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് മാവ്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ശരിയായ ഗോതമ്പ് വാങ്ങി നിങ്ങൾക്ക് നേരത്തെ റാഗിയും ബാർലിയും പൊടിച്ചതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ നമ്മുടെ സാധാരണ ആട്ട മാവ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിൻ്റെ എല്ലാം ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഹോൾ എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കാം. ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്യണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇതിൽ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഷോട്ട് ചെയ്യാം. ഞാനിതിൽ ഏകദേശം ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഏകദേശം 1.25 കപ്പോളം പൊടി വരും. ഇതിൽ ഞാനൊരു കപ്പ് പൊടി എടുത്തിട്ട് ഞാൻ ഇതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചപ്പാത്തി ഉണ്ടാക്കി കാണിച്ചു തരാം. മൾട്ടിഗ്രെയിൻ ചപ്പാത്തി ഞാൻ തൽക്കാലം ഒന്ന് ചൂടാറിയ ശേഷം നമ്മുടെ കുപ്പിയിലോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഒന്ന് ചൂടാറിയിട്ടുണ്ട്, കാരണം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തോണ്ട് ഒന്ന് കുറച്ച് ചൂടുണ്ടായിരുന്നു, കാരണം നമ്മൾ ഹോൾ ഗ്രെയിൻസ് ആണ് പൊടിച്ചത്. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ് ഇട്ട് പൊടിച്ചെടുക്കാം.
കുറച്ച് ഉലുവ പൊടിച്ചെടുക്കാം. അതെല്ലാം വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെ ആഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മൾട്ടിഗ്രെയിൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് അളന്നെടുക്കുകയാണ്. ഏകദേശം ഒരു 8 എണ്ണം എനിക്കും ഹസ്ബൻഡിനും 8-10 എണ്ണം 1 കപ്പിൽ എനിക്ക് കിട്ടും. ഞാൻ ആ ഒരു അളവിലാണ് ചെയ്യുന്നത് ചപ്പാത്തി എപ്പോഴും. അപ്പോൾ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 1 കപ്പ് മതിയാവും. എന്നാൽ ഞാനൊരു ഏകദേശം ചെറിയൊരു ചപ്പാത്തിയാണ് ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു 10 എണ്ണം 8-10 എണ്ണം കിട്ടും. അപ്പോൾ അതിൽ ഏകദേശം ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചായി ഒഴിച്ച് കുഴച്ചെടുക്കാൻ പോവാണ്. ചപ്പാത്തി കുഴിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ സെയിം രീതി തന്നെയാണ്. ഗോതമ്പ് മാവ് ആകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇതിൽ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ട് കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നന്നായി മനസ്സിലാവും. നന്നായി കുഴച്ച് വന്നു എന്നറിയാൻ പറ്റുന്നത് നമ്മുടെ കൈ ക്ലീൻ ആവും. കൈ ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാവ് നന്നായി സോഫ്റ്റായി റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ന്യൂട്രിയാക്കി ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുകയാണ്. ഞാൻ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല. നിങ്ങൾക്ക് ഉപ്പ് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യാം. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. അടച്ച് മാറ്റി വയ്ക്കുക. അപ്പം അതിനു മുമ്പ് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഏകദേശം ഇനിയും ഒരു അരക്കപ്പോളം ഇല്ല, അരക്കപ്പിൽ നിന്ന് തൊട്ട് താഴെ കുറച്ചുകൂടെ വെള്ളം, 1/4 കപ്പിന് കുറച്ച് മേലെ ഇരിക്കുന്നുണ്ട്. അത്രയും വെള്ളം ഞാൻ ഇതിലേക്ക് എടുത്തു. ഇത് കുഴച്ചെടുക്കാൻ ചിലപ്പോൾ അത് ഓരോ പൊടി അനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു ഏകദേശം അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ഏകദേശം കുഴച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. നമുക്ക് ഇന്ന് ഓരോ ഉരുളകളായി ഉരുട്ടി ചപ്പാത്തിക്ക് പരത്തിയെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം, വലുതോ ചെറുതോ ഓരോരുത്തരുടെ ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു അളവിൽ ഏകദേശം 10 എണ്ണോളം ഉണ്ടാക്കും. 8-10 ആയിട്ട് വരും. നന്നായി പരത്തിയെടുക്കുക. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളെ എടുക്കുക. ഒന്ന് കൈകൊണ്ടൊന്ന് പരത്തി 2 സൈഡിലും മാവ് തൂവി നമുക്ക് ചപ്പാത്തിക്കല്ലിൽ വെച്ച് നന്നായി പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പ് വരണം നിർബന്ധമൊന്നുമില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കൊരു പാത്രത്തിൻ്റെ അടപ്പോ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വലിയൊരു കുക്കി കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. നന്നായി നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നന്നായി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ കളർ കുറച്ച് വ്യത്യാസമുണ്ട്, കാരണം റാഗി, ഓട്സ് എല്ലാം ഹോളാണ്, സോയ അതിൻ്റെ ഉണ്ട്. നമ്മൾ ചപ്പാത്തി മാതിരി. അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് കല്ല് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചപ്പാത്തിക്ക് മാത്രം സ്പെഷ്യലായി വയ്ക്കുന്ന ഒരു കല്ലാണ്. ഇതിൽ ഞാൻ വേറെ ഒന്നും കുക്ക് ചെയ്യാറില്ല, ചപ്പാത്തി മാത്രമേ കുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ കല്ല് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇരുമ്പിൻ്റെ കല്ലാണ് ഇത്. കല്ല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചപ്പാത്തി ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ചെറിയ ലൈറ്റ് ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ, കുറച്ച് ബബിൾസ് എല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് മറ്റേ സൈഡ് കുക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമല്ലോ, ബ്രൗൺ സ്പോട്ട്സ് ഒന്നും വന്നിട്ടില്ല, ചെറിയ ബബിൾസ് മാത്രമേ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ മറ്റേ സൈഡും ചെറിയ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൂടെ ലൈറ്റ് സ്പോട്ട്സും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി മാതിരി സൈഡെല്ലാം പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാ സൈഡും കുക്കായി വരില്ല. ഒന്ന് ചെറുതായി സൈഡെല്ലാം പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ചെറിയ ചെറിയ സ്പോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുക്കായിന്ന്. ഇത് ഫുൽക്ക മാതിരി ആവില്ല, കാരണം ഇത് വളരെ ഹെൽത്തി ഗ്രെയിൻസ് ആയതുകൊണ്ട് നമ്മൾ പൊങ്ങി വരുന്ന ചപ്പാത്തി അല്ല. ഇതുമാതിരി ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ കുക്ക് ചെയ്തെടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഹെൽത്തിയാണ്. എന്നിട്ട് അഭിപ്രായം പറയണം. താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ അടുത്ത ആഴ്ച പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.